ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും നോമ്പല്ലോ അടിപൊളിയായിട്ട് റാത്തായിട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ നമുക്കും ഇവിടെ നല്ല തന്നെ. ഇന്നത്തെ ഒരു വീഡിയോ സുഹൂറിൻ്റെ ടൈം തൊട്ടിട്ട് എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളല്ലാന്ന് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. വീഡിയോസ് എല്ലാം പുതുതായിട്ട് കാണുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ആ ബെല്ലൈക്കണും പ്രസ് ആക്കണേ. ഇതാ ഞാനൊരു 4 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു എണീക്കാൻ. ഇതാ എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ, സുന്നത്താണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. പഴവും എഗ്ഗും വെച്ചിട്ട് ഗീലിട്ടിട്ട് ഇങ്ങനെ ചിക്കിയിട്ട് എടുക്കാനായിട്ടാണ് ചെയ്തത്. ഇപ്പൊ ഇതാ അത് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഇന്നലെ പാല് ഓട്സു ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ഡെയിലി ഇതാന്ന് കഴിക്കല്. പിന്നെ എഗ്ഗു അങ്ങനത്തെ എന്തെങ്കിലും അല്ല, എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അങ്ങനെയല്ലാന്നേ. അപ്പൊ ഇതാ അതിൻ്റെ അകത്തേക്ക് കുറച്ച് നട്ട്സും ഫ്രൂട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുക്കലാന്ന്. ഞാൻ വീഡിയോ അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. കാരണമല്ലോ ആ ഒരു ടൈമിന് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടില്ല. പിന്നെ നിസ്കാരവും കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് പിറ്റേന്ന് നൈറ്റ് ആണ്. ഇവിടെ ഇപ്പോ ഖത്തറിൽ അങ്ങനെ അങ്ങ് പുറത്തൊന്നും ആരും അങ്ങനെ പോവില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് മക്കളെയും കുട്ടി ഒന്ന് പുളിൻ്റെ അടുത്തെല്ലാം പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നായിട്ട് വിചാരിച്ച്. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ പോയില്ല, സ്റ്റെയർ കയറിയിട്ട് ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് പുളിൻ്റെ അടുത്തെല്ലാം പോയി. പിന്നെ ഉണ്ടല്ലോ ഒന്ന് പുറത്തേക്കെല്ലാം ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങിയിട്ട് വന്നേട്ടാ. ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് മാർച്ച് മോർണിംഗ് 7 AM ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതുവരെ സെയിലിൻ്റെ സൗണ്ട് ഒന്നും ഞാൻ കേട്ടിട്ടില്ല. സോ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടാ ഈവനിങ് എല്ലാം ഞാൻ സൗണ്ട് കേട്ടിനി. അപ്പോൾ അങ്ങനെയല്ലാന്ന് ഇവിടുത്തെ ഒരു അവസ്ഥ. കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ട് അറിയില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ഇതിനെ പറ്റിയിട്ട് പറയുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് മക്കളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നല്ല, കുറച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് നമ്മൾ കുറച്ച് അവിടെ ഇരുന്നിട്ട് ജംസ് എല്ലാം കഴിച്ച് അങ്ങനെയല്ല. ഇതിൽ ഞാനൊരു ചിക്കൻ റോളിന്റെ റെസിപ്പി ഷെയർ ആക്കുന്നുണ്ട്. ഇതിന്റെ മസാല ഡിഫറെന്റ് ആണ്. സ്പ്രിംഗ് റോളിന്റെ മസാലയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഫില്ലാക്കുന്നത്. ഇത് അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ റോളിന്റെ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് നോക്കിയോ. നിങ്ങൾ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും കമന്റ്സിൽ പറയണം കേട്ടോ. ഇതാ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടാ. എന്നിട്ട് ഞാൻ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതാ ചിക്കൻ റോളിന് നമുക്കുണ്ടല്ലോ ഒരു ഉണ്ടാക്കണം കേട്ടാ. എന്നിട്ട് ഞാൻ ഇതാ ആവശ്യത്തിന് മൈദ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഇതാ കുഴച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. അല്ലോ എല്ലാവർക്കും അറിയാന്നേ, ചപ്പാത്തിക്കെല്ലാം പരത്തുന്ന പോലെ ആക്കിയിട്ട് എടുക്കട്ടാ. ഇനിയിപ്പോ ഇതാ ഇതിന് ചിക്കൻ റോളിന് ഇതാ ക്രംസ് വേണം. ഇതാ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഒരു പാന് സ്റ്റൗമിലേക്ക് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതാ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ ഓയിൽ എടുക്കുന്നെങ്കിൽ അതെടുക്കട്ടാ, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ ഇതാ ഒന്ന് ബട്ടർ ഒന്ന് സോട്ടാകുമ്പോഴേക്ക് ഞാൻ ഇതാ ആവശ്യത്തിന് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വയന്ന് വരുമ്പോൾ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ക്യാരറ്റും ക്യാപ്സിക്കോ. ഇത് ഈ ഒരു ചിക്കൻ റോളിന്റെ മസാലയ്ക്ക് ഇത് മസ്റ്റായിട്ട് വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് വാട്ടിയിട്ട് എടുക്കട്ടാ. ഇപ്പം ഇതാ അതെല്ലാം റെഡി ആയിട്ട് വരട്ടെ. ഇനി ഇതാ ഞാനിതാ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇതാ ബീഫാണ് കേട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിലേക്ക് ബീഫ് വേവിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടാ ചെയ്യല്. ഇപ്പം ഇതാ ഈ ഒരു ഇതെല്ലാം നന്നായിട്ട് വാടിയിട്ട് വന്നപ്പോൾ അകത്തോട്ടേക്ക് ഞാൻ കുറച്ച് കുരുമുളകും പിന്നെ ഇതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ആവശ്യത്തിന് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ ബീഫ് തന്നെ എടുക്കണമെന്നില്ല, എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റോക്കായിട്ടുള്ളത് ബീഫേനു. അപ്പോൾ ഞാൻ വിചാരിച്ച് ബീഫ് കൊണ്ട് ചെയ്തിട്ട് എടുക്കാന്ന്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചിക്കനിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ അകത്തോട്ടേക്ക് ചീസ് വേണേ. എന്തായാലും ഈ ഒരു ഫില്ലിങ്ങിന് ചീസ് മസ്റ്റായിട്ട് വേണം. അത് നിങ്ങൾക്ക് ഉള്ള കയ്യിലുള്ള ഏത് ചീസാണെങ്കിലും ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇതാ ചീസെല്ലാം നന്നായിട്ട് മെൽട്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതാ മറ്റേ ഒരു ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേനു. കാരണം എൻ്റെ മോള് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടേനു. അത് ഞാൻ വേസ്റ്റ് ആകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചീസ് നിങ്ങൾക്ക് കുറച്ച് കൂടുതലാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തോ. അപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും. എനിക്കിപ്പോൾ ഇതാ ഞാനിതാ ഓരോരോ ബോൾസ് എടുത്തിട്ട് ഒന്നുമില്ല ഇങ്ങനെ ചപ്പാത്തിക്കെല്ലാം പരത്തുന്നത് പോലെ പരത്തിയിട്ട് എടുക്കലാന്ന് കേട്ടോ.
ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒത്തോട്ടേക്ക് ഉണ്ടല്ലോ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് എടുക്കാം. സ്പ്രിങ് റോളെല്ലാം ആക്കുന്നത് പോലെ ആക്കിയിട്ട് എടുക്കട്ടോ. രണ്ട് ഭാഗത്ത് ഇങ്ങനെ ആക്കിയിട്ട് അതെല്ലാം ഓരോരുത്തരെ ഐഡിയ വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ ഈ ചിക്കൻ റോൾ ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ദോശ വെച്ചിട്ട് ചെയ്യുന്നത് കാണാറുണ്ട് കേട്ടോ. അതിൽ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കണ്ടേ, ഈ ഒരു രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ ചിക്കൻ റോളെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതാ ഇത് മൈദൻ്റെ ഒരു ഡിപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുമില്ല, മൈദയും വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തേക്ക് എന്നിട്ടുണ്ടല്ലോ ഈ ഒരു റോളുണ്ടല്ലോ അത് നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് മൈദൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം. ഇപ്പം ഇതാ ഓരോന്നും അതുപോലെ തന്നെ ചെയ്തെടുക്കലാന്ന് ഉണ്ടല്ലോ. നിങ്ങൾക്കൊരു എഗ്ഗ് പൊട്ടിച്ചിട്ട് മൈദയിൽ പൊട്ടിയിട്ട് അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് തന്നെ ആക്കിയിട്ട് എടുക്കാം. അതെല്ലാം ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കട്ടാ. ഞാനിപ്പോൾ മൈദയിലാന്ന്, എനിക്ക് മൈദയിലാന്ന് ഇഷ്ടം. ഒരുപാട് മുട്ട വേസ്റ്റ് ആക്കുന്നതിലും നല്ലത് ഇങ്ങനെ മൈദയിലാക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു മുട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഡിപ്പ് ചെയ്യാതെ അങ്ങനെ ചെയ്തെടുക്കട്ടാ. ഇപ്പം ഇതാ എല്ലാം ഞാനിതാ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ദോശയിൽ ചെയ്തെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കട്ടാ. അപ്പോൾ അടിപൊളിയായിരിക്കും. ദോശയിൽ ചെയ്തെടുക്കുന്ന കുറേ ആളെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കട്ടാ. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ടോമലേക്ക് ഞാനിതാ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതാ നമ്മൾ ചിക്കൻ റോളിൻ്റെ ഒരു ഇത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ, ഇങ്ങനത്തെ ഫീലിങ് ട്രൈ ആക്കാത്തവർ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയെല്ലാം ഉള്ളൂ. ഉണ്ടല്ലോ നമുക്ക് എല്ലാത്തിലും ഈ ഒരു മസാല വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. സമൂസ ആക്കാം. ഞാനിപ്പോൾ ഈ ഒരു മസാലയിൽ പപ്സും ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള ആക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് റെസിപ്പീസായിട്ട് വീണ്ടും വരാം.